ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു സിമ്പിളായിട്ടുള്ള കറിയാണ് കേട്ടോ വയ്ക്കാൻ പോകുന്നത്. കുറച്ച് മുരിങ്ങയില കിട്ടിയായിരുന്നു, അതൊക്കെ വെച്ചിട്ട് ഒരു സിമ്പിൾ കറി നമുക്കിന്ന് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു ചെറിയ തക്കാളിയാണിത്, അത് ഞാനൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പച്ചമുളകും തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് നമുക്ക് വെന്ത് കിട്ടണം. ഇതൊക്കെ വെന്ത് വരുന്നുണ്ട്. നമുക്കൊന്നും കൂടി കുറച്ചും കൂടി ഒന്ന് വേവിച്ചേക്കാം. അതെ, ഇതൊക്കെ ഇപ്പം നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുരിങ്ങയിലയിലേക്ക് ഇട്ട് കൊടുക്കാം. മുരിങ്ങയില എല്ലാം ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി മുരിങ്ങയില ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. പകുതിയിൽ കുറച്ച് കുറവേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ മുരിങ്ങയിലൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ആ ബൗൾ കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം പോരെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതേ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ വെള്ളമൊക്കെ മതി. ഞാൻ ഇച്ചിരി ഒന്ന് കുറുക്കിയിട്ടാണ് വയ്ക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ഉപ്പിട്ടിട്ടില്ലായിരുന്നു. നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് പതുക്കെ ഒരു തിള വന്ന വരെ ഇതിൽ കിടക്കട്ടെ. ഇപ്പോൾ ഇതിന് തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. പിന്നെ നമുക്കിതിലേക്ക് നിങ്ങൾക്ക് പുളി പോരാ, തക്കാളിയുടെ പുളി പോരെന്ന് തോന്നിയാൽ അത്യാവശ്യം കുറച്ച് മോരൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എനിക്ക് ഈ പുളി മതി, ഞാൻ മോരൊന്നും ഒഴിക്കണില്ല. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് കടുക് വറുത്തുകൂടി ഇടണം. അതിലേക്ക് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് കടുകും ഉലുവ, വറ്റൽമുളക്, നമ്മുടെ വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് ഇനി ഞാൻ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ടെടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കാം. ഉള്ളി ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വന്നവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പം ഉള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് കറിയിലേക്ക് ഒഴിക്കാം. ഈ ഉള്ളിയൊക്കെ ഇങ്ങനെ അരിഞ്ഞിടുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദ് കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ഉച്ചയൂണിന് പറ്റിയൊരു സിമ്പിളായിട്ടുള്ളൊരു മുരിങ്ങയില കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് മുരിങ്ങയില കിട്ടുവാണെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. കർക്കിടക മാസത്തിൽ മുരിങ്ങയില കൂട്ടില്ലെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ.